18 ദിവസം നീണ്ടുനിന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജയിൽവാസം ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. പാലക്കാട് MLAയുടെ മോചനത്തിന് കളമൊരുക്കിയത് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ച ജാമ്യമാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് പത്തനംതിട്ട കോടതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. രാഹുലിൻ്റെ അഭിഭാഷകർ കോടതിയിൽ പ്രധാനമായും ഉയർത്തിയത് 2 വാദമുഖങ്ങളായിരുന്നു. ഇതിൽ ഒന്നാമത്തേത് രാഹുലും മൂന്നാമത്തെ കേസിലെ പരാതിക്കാരിയും തമ്മിലുണ്ടായിരുന്ന ശാരീരിക ബന്ധം ഉഭയസമ്മതത്തോടു കൂടിയുള്ളതായിരുന്നു എന്നതാണ്. ഇതിനെ സാധൂകരിക്കുന്ന ശബ്ദരേഖകളടക്കം കോടതിയിൽ ഹാജരാക്കുവാനും രാഹുലിന് വേണ്ടി അഭിഭാഷകർക്ക് സാധിച്ചു. രണ്ടാമതായി രാഹുലിൻ്റെ അറസ്റ്റ് ക്രമവിരുദ്ധമായിരുന്നു എന്ന വാദഗതിയും ഇവർ മുന്നോട്ട് വെച്ചു. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചും കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. രാഹുലിന് ജാമ്യം ലഭിക്കുമെന്ന ആത്മവിശ്വാസം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രാഹുൽ ക്യാമ്പിൽ പ്രകടമായിരുന്നു. പുറത്തിറങ്ങുന്ന രാഹുൽ പ്രത്യാക്രമണത്തിൻ്റെ പാതയായിരിക്കും സ്വീകരിക്കുക എന്നതിൻ്റെ കൃത്യമായ സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും അനുകൂലിക്കുന്നവരും വളരെ ഗുരുതരമായ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കളത്തിൽ ഇറങ്ങിക്കളിച്ചു തുടങ്ങിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ശ്രീനാദേവി കുഞ്ഞമ്മ നടത്തിയ വെളിപ്പെടുത്തലുകളാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള യുവ വനിതാ നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവും കൂടിയാണ് ശ്രീനാദേവി. രാഹുലും രാഹുലിൻ്റെ കുടുംബവും ശ്രീനാദേവിയുടെ വോട്ടർമാരാണ്. ശ്രീനാദേവി പ്രധാനമായും ആരോപണം ഉയർത്തിയത് രാഹുലിനെതിരെ ആദ്യമായി വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻ ജോർജിനെതിരെയായിരുന്നു. നമുക്കറിയാം, നടിയെന്ന നിലയിലും അവതാരക എന്ന നിലയിലും അത്രയൊന്നും പ്രശസ്തയല്ലാതിരുന്ന റിനി ആൻ ജോർജിനെ കുറിച്ച് കേരളം ചർച്ച ചെയ്തു തുടങ്ങിയത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് അവർ ഉയർത്തിയ വാദമുഖങ്ങളോടെയാണ്, അല്ലെങ്കിൽ ആരോപണങ്ങളോടെയാണ്. രാഹുലിൻ്റെ പേരെടുത്ത് പറയാതെ തന്നെ രാഹുലാണ് എന്ന് കൃത്യമായി ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് രാഹുലിനെതിരെ ഇവർ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇതേ തുടർന്ന് മാധ്യമ ചർച്ചകൾക്കടക്കം രാഹുലിൻ്റെ നിശിത വിമർശകയായ പാനലിസ്റ്റായും റിനി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അനവധി ഓൺലൈൻ ചാനലുകൾക്ക് അഭിമുഖങ്ങൾ അനുവദിച്ചുകൊണ്ട് ഒരു സൈബർ സെലിബ്രിറ്റിയാകുവാനും ഈ സംഭവ വികാസത്തോടുകൂടി റിനി ആനിന് സാധിച്ചു എന്നതാണ് വസ്തുത. ഏതൊക്കെയാണെങ്കിലും റിനിയുടെ ഈ നീക്കത്തിന് പിന്നിൽ ചില ഗൂഢ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു എന്ന് സംശയിക്കത്തക്ക ആരോപണങ്ങളാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത്. പ്രധാനമായും അവർ പറഞ്ഞത് പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം തന്നോട് മോശമായി പെരുമാറിയിട്ടുള്ള വ്യക്തിത്വമാണെന്ന് ആരോപണം രാഹുലിനെക്കുറിച്ച് ഉന്നയിച്ച റിനി ആൻ പിന്നീട് എന്തുകൊണ്ടാണ് 24 മാസത്തിന് ശേഷം രാഹുലിനെ അർദ്ധരാത്രിയിൽ വീഡിയോ കോൾ വിളിച്ചത് എന്ന ചോദ്യമാണ് അവർ ഉയർത്തിയത്. ഒന്നല്ല നിരവധി വട്ടം റിനി ആൻ രാഹുലിനെ വീഡിയോ കോൾ വിളിച്ചതിനുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും രാഹുലിനോട് ടെലിഗ്രാമിൽ സീക്രട്ട് ചാറ്റിൽ വരുവാൻ ഇവർ ക്ഷണിക്കുന്നതിനുള്ള സ്ക്രീൻഷോട്ടുകൾ തൻ്റെ പക്കലുണ്ടെന്നുമെല്ലാം ശ്രീനാദേവി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ ഇപ്പോൾ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് റിനി പരിഭവം പറയുന്ന ചാറ്റ് സ്ക്രീൻഷോട്ടുകളും തൻ്റെ പക്കലുണ്ടെന്നുള്ള അവകാശവാദവും ശ്രീനാദേവി പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ഇതിനോട് നേരിട്ട് പ്രതികരിക്കുവാൻ റിനി ഒരിക്കലും തയ്യാറായില്ല. നേരെ മറിച്ച് തന്നെ പിന്തുണയ്ക്കുന്ന ചില ഓൺലൈൻ വാർത്താ മാധ്യമങ്ങളെ ഉപയോഗിച്ചും യൂട്യൂബ് ചാനലുകളെ ഉപയോഗിച്ചും ശ്രീനാദേവിയുടെ നാവടപ്പിക്കുവാനും അവരെ അപകീർത്തിപ്പെടുത്തുവാനുമുള്ള ശ്രമങ്ങളാണ് റിനിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏറ്റവും നിന്ദ്യവും നീചവുമായ പരാമർശങ്ങളാണ് ശ്രീനാദേവിയെക്കുറിച്ച് റിനിയെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ ഉയർത്തിവിട്ടതെന്നും ഈ ഘട്ടത്തിൽ നാം പ്രത്യേകം ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. എന്നാൽ റിനിയുടെ ഈ ആക്രമണങ്ങൾക്ക് മുന്നിൽ പതറാതെ ശ്രീനാദേവി തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും റിനി വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ താൻ ഈ തെളിവുകൾ പുറത്തുവിടാമെന്ന അഭിപ്രായ പ്രകടനം അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പുമായി റിനി ആനും പ്രത്യക്ഷപ്പെട്ടു. താൻ ആരുടെയെങ്കിലും പേര് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വെച്ച റിനി ആൻ അതുപോലെ തന്നെ ഒരു അതിജീവിതമാരെയും താൻ അങ്ങോട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന വാദമുഖവും ഇവിടെ ഉന്നയിച്ചു. എന്നാൽ റിനിയുടെ ഈ വാദമുഖത്തെ ഖണ്ഡിച്ചുകൊണ്ട് രംഗത്തെത്തിയത് രാഹുലിൻ്റെ ആത്മമിത്രവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെനി നയനാനാണ്. ഫെനി നയനാൻ ഫേസ്ബുക്കിൽ വെളിപ്പെടുത്തിയതനുസരിച്ച് റിനി ആൻ രാഹുലിൻ്റെ മൂന്നാമത്തെ കേസിലെ പരാതിക്കാരിയായ വ്യക്തിത്വത്തെ ഓഗസ്റ്റ് മാസം 2025 തന്നെ ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് 2026 ജനുവരി മാസത്തിലാണ് അവർ രാഹുലിനെതിരെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനാൽ തന്നെ ഈ വിഷയങ്ങളിൽ ഗൂഢാലോചനയുണ്ട് എന്ന ഒരു ആരോപണമാണ് രാഹുൽ ക്യാമ്പിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഈ ഘട്ടത്തിൽ റിനി ആനിനെ കുറിച്ച് ഉയർത്തിയ ആരോപണങ്ങളിലും വെളിപ്പെടുത്തലിലും തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീനാദേവിക്കും ഫെനി നയനാനും വലിയ പിന്തുണ നൽകിക്കൊണ്ട് ആക്ടിവിസ്റ്റായ രാഹുൽ ഈശ്വറും രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുലിനെതിരെയുള്ള പരാതികൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഗൂഢാലോചനകളെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകളാണ് ശ്രീനാദേവി പുറത്തുവിട്ടിട്ടുള്ളത് എന്നുമുള്ള അഭിപ്രായമാണ് രാഹുൽ ഈശ്വർ ഞങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. രാഹുൽ ഈശ്വറിൻ്റെ സംഭാഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ സർ,
കേരള സ്പീക്സിൽ നിന്നാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിവാദവുമായി ബന്ധപ്പെട്ട് അങ്ങ് ആദ്യം മുതലേ അദ്ദേഹത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. മെൻസ് കമ്മീഷൻ എന്ന അങ്ങയുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് അങ്ങ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. രാഹുലിൻ്റെ കേസിലെ അതിജീവിതകളെ അപമാനിച്ചു എന്നതിൻ്റെ പേരിൽ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ യുവ വനിതാ നേതാവായ ശ്രീനാദേവി കുഞ്ഞമ്മയും പിന്നീട് ഫെനി നയനാനുമെല്ലാം ഈ കേസിലെ വിസിൽ ബ്ലോവർ എന്ന് മാധ്യമങ്ങൾ വാഴ്ത്തിയ റിനിക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം. ഒന്ന്, ശ്രീനയെ പോലെ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന ശ്രീനാജി വളരെ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഏത് രാത്രിയിലെ സമയത്താണ് വിളിച്ചതെന്നും അതിനുശേഷം ചാറ്റി വരാൻ പറഞ്ഞതെന്നും ഒക്കെ അവരുടെ ഇൻഫർമേഷനാണ്. അവരുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫാമിലിയുമായി അടുത്ത ബന്ധവും മറ്റുമൊക്കെ ഉള്ള ആൾക്കാരാണ്. നമുക്ക് ആ ഇൻഫർമേഷനെ വിശ്വസിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ആദ്യമേ ഒരു വേട്ടയ്ക്ക് എറിഞ്ഞു കൊടുക്കാൻ ചില ആൾക്കാർ ശ്രമിച്ചിരുന്നു എന്ന കാര്യം വ്യക്തമായി വരികയാണ്. അത് ഇപ്പോൾ കോൺഗ്രസിൽ സജീവമായി നിൽക്കുന്ന കോൺഗ്രസിന്റെ എലക്റ്റഡ് ആയ ശ്രീനയെ പോലെ ഉത്തരവാദിത്തമുള്ള ഒരു നേതാവ് പറയുന്നത് പൊതുസമൂഹം ആശ്വാസത്തോടെയാണ് കേൾക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാനുള്ള ഒരു നീക്കമായിരുന്നു എന്ന് ആദ്യമേ പൊതുസമൂഹം സംശയിച്ചിരുന്നു. രണ്ട്, ഫെനിയെ പോലുള്ള ആൾക്കാർ വളരെ ധൈര്യത്തോടു കൂടി മൂന്നാമത്തെ പരാതിക്കാരിയെ കുറിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. അതായത്, നമ്മൾ ഒരാൾ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒപ്പം അങ്ങോട്ട് സമയം ചെലവഴിക്കണമെന്ന് പറഞ്ഞാൽ ആരും വിളിക്കില്ലല്ലോ. അങ്ങോട്ട് കാറിൽ സമയം ചെലവഴിക്കാം, ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് കാണണമെന്നൊന്നും പറയുന്നില്ല. അപ്പൊ മൂന്നാമത്തെ കേസിലും യഥാർത്ഥത്തിൽ കൺസെന്റോടു കൂടിയാണ് പല കാര്യം നടന്നത് എന്ന് വ്യക്തമാകുന്ന കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. എന്ന് ശ്രീനയും ഫെനിയും അഭിനന്ദനം അറിയിക്കുന്നു, ബഹുമാനം അറിയിക്കുന്നു. അല്ല, ഫെനി ഇന്ന് മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിട്ടുണ്ട് റിനിയുമായി ബന്ധപ്പെട്ട്. മൂന്നാമത്തെ കേസിലെ അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരിയെ റിനി 2025 ഓഗസ്റ്റ് മാസത്തിൽ ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഈ പരാതിക്കാരി തന്നോട് പറഞ്ഞുവെന്നാണ് ഫെനി ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തമായ ഗൂഢാലോചന ഉണ്ടെന്നല്ലേ? മനഃപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാനും കരിവാരത്തേക്കാനും അധിക്ഷേപിക്കാനും ചില ആൾക്കാരെ ഇറങ്ങിത്തിരിച്ചതാണ് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടി പോലീസ് സമഗ്രമായി അന്വേഷിക്കണം. പോലീസ് അന്വേഷിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം എങ്ങനെങ്കിലും രാഹുലിനെ കുടുക്കി പാലക്കാട്ടെ സീറ്റ് അടിച്ചെടുക്കാനാണ് ഈ രാഷ്ട്രീയ നേതൃത്വം നോക്കുന്നത്. അതുകൊണ്ട് രാഹുലിന് പോലീസുകാരായ നീതി കിട്ടും, കൊടുക്കുമെന്ന് കരുതുന്നില്ല. പക്ഷെ പൊതുജനങ്ങൾ, മാധ്യമം, കോടതികൾ ഇത് ശ്രദ്ധിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. രാഹുലിനെ പോലുള്ള കഴിവുള്ള ഒരു വ്യക്തിയെ, അതിപ്പം നാളെ CPM ആകാം, BJP ആകാം, കോൺഗ്രസ് ആകാം, എനിക്കങ്ങനെ പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. ഏത് പുരുഷനെ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടാലും കള്ളപ്പരാതിക്ക് വന്നാലും അതിശക്തമായി നമ്മൾ അതിനെ എതിർക്കണം. 1991 35 വർഷം മുമ്പ് മഹാനായ ശ്രീനിവാസൻ എഴുതി വെച്ച കുമാരപിള്ള സാറിന്റെ ലോജിക്കിലേക്ക് നമ്മൾ പോകരുത്. എതിർ പാർട്ടിയിലുള്ള കഴിവും പ്രാഗൽഭ്യവുമുള്ള പുരുഷന്മാരെ ഏതെങ്കിലും രീതിയിൽ അധിക്ഷേപിച്ച് മോശമാക്കി മുമ്പോട്ട് പോകുന്ന ഒരു പ്രവണത നമ്മൾ അവസാനിപ്പിക്കണം. ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ റിനി ഈ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട്, വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് താൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നൊരു നിലപാട് സമൂഹ മാധ്യമങ്ങളിൽ കൈക്കൊള്ളുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മറ്റ് പ്രതികരണങ്ങളൊന്നും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അപ്പോൾ എന്ത് മാത്രം കാപട്യവും കള്ളത്തരവുമാണ്. പേര് പറയാതെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ നോക്കുന്നതിൽ എന്ത് അർത്ഥമാണ്? നമ്മൾക്ക് കുറച്ചെങ്കിലും ഒരു ഇന്റലക്ച്വൽ ഓണസ്റ്റി, ഭൗതിക സത്യസന്ധത ഇത്തരം വിഷയങ്ങളിൽ വേണ്ടേ? അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, സത്യസന്ധമായി നമ്മൾ ഈ വിഷയങ്ങളെ ഡീൽ ചെയ്യണം. ആരും നാളെ ഒരു പുരുഷനും സ്ത്രീയും ആരും സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കപ്പെടരുത്. അങ്ങനെ വ്യാജ പരാതിയും വ്യാജ വീഡിയോയും കാരണമാണ് ദീപക്കിന് ജീവൻ നഷ്ടപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഡിപ്രഷനും വിഷമത്തിലും ട്രോമയിലുമായിരുന്നു എന്ന വസ്തുത എനിക്കറിയാം. രാഹുൽ ഇത് ലോകത്തെ അറിയിക്കാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളത് രാഹുലിന്റെ മര്യാദയും നന്മയും. പക്ഷെ ഇത്തരം ഒരുപാട് പുരുഷന്മാരുടെ ജീവിതത്തെ തകർക്കുന്ന രീതിയിൽ ഒരു സാമൂഹിക മാധ്യമ വിചാരണയും വേട്ടയാടലും ഉണ്ടാകരുത്. അതിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രമല്ല എല്ലാ പുരുഷന്മാരെയും നമുക്ക് രക്ഷിക്കാം. അപ്പോൾ ഒരു സംശയം കൂടി ചോദിക്കാനുള്ളത്, താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. ഇത്തരം വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ റിനിക്കെതിരെ ഒരു പ്രൈവറ്റ് കംപ്ലൈൻ്റായി കോടതിയെ സമീപിക്കാനുള്ള സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ അവശേഷിക്കുന്നുണ്ടോ? സാധ്യത ഇല്ലാതില്ല. പക്ഷെ കോടതി എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് അതിന്റെ എവിഡൻസും എന്റെ മെറിറ്റും എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്
പക്ഷെ പൊതുസമൂഹം ജനങ്ങളുടെ കോടതിയാണ്, ജനപ്രതിനിധിക്ക് ആത്യന്തികമായി ജനങ്ങളുടെ കോടതിയിലാണ് മറുപടി പറയേണ്ടത്. ആ ജനങ്ങളുടെ കോടതിയിൽ ഓൾറെഡി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ജയിച്ചു നിൽക്കുന്നത്. രാഹുലിന് അനുകൂലമാണ് ഗ്രൗണ്ട്. കുറെ കൂടെ അനുകൂലമാകാനും രാഹുലിനെ കുടുക്കാൻ ശ്രമിച്ചിരുന്നതിന്റെ തെളിവുകളായി കൂടി നമുക്കത് കാണാൻ കഴിയും. അതുകൊണ്ട് രാഹുലിന് ഓൾറെഡി അനുകൂലമായി നിൽക്കുന്ന ഘടകത്തിൽ കുറെ കൂടി അനുകൂലമായി മാറാൻ ഇത് കാരണമാകും. മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ ഒരു ഘട്ടത്തിൽ താങ്കൾ മെൻസ് കമ്മീഷൻ എന്ന ആവശ്യവുമൊക്കെയായി മുൻപോട്ട് വന്നിരുന്ന കാലഘട്ടത്തിൽ താങ്കൾ വ്യാപകമായി പരിഹസിക്കപ്പെട്ടിരുന്നു. ഈവൻ പുരുഷന്മാർ പോലും താങ്കളുടെ ഈ വാദഗതികളെ ചില ഘട്ടങ്ങളിൽ അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ കേരളത്തിൽ ഈ അടുത്തടുത്ത് നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ രാഹുൽ ഈശ്വർ പറയുന്നത് ഒരു പരിധിവരെ ശരിയാണെന്നൊരു മനോഭാവത്തിലേക്ക് കേരള ജനതയെ നയിച്ചിട്ടുണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അത് വളരെ ആശ്വാസകരമാണ്. പക്ഷെ അതിനുവേണ്ടി ജീവനുകളാണ് പൊലിഞ്ഞത്. ഇപ്പോൾ എല്ലാവരും സുനീറിന്റെ വിഷയം കൂടി അറിഞ്ഞു. ഞങ്ങൾ 7 മാസമായിട്ട് ഫൈറ്റ് ചെയ്യുക. ദീപകിനെ പോലെ തന്നെ വ്യാജ പരാതിയിൽപ്പെട്ട ആത്മഹത്യ ചെയ്ത ആളാണ് സുനീർ. ദീപക് ആകട്ടെ, സുനീർ ആകട്ടെ, ഇതേപോലെ എത്ര പുരുഷന്മാര് മരിക്കണം നമുക്ക് കണ്ണു തുറക്കാനായി? നമ്മുടെ വീട്ടിലും മക്കളുണ്ട്, സഹോദരങ്ങളുണ്ടെന്ന് നോക്കണം. ഒറ്റ കാര്യം ഓർത്താൽ നമ്മുടെ മകനും സഹോദരനും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നമ്മുടെ മകനും സഹോദരനും ജീവിതമില്ലാതാകുന്നതിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അവിടെയാണ് മെൻസ് കമ്മീഷന്റെ പ്രസക്തി വരുന്നത്. അവസാനമായി ഒറ്റ ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. താങ്കൾ ഈ രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടും മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടും മാധ്യമങ്ങളിൽ പാനലിസ്റ്റായി ചർച്ചയിൽ പങ്കെടുക്കാറുള്ള ആളുകളാണ്. ഫെനി നയനാൻ 3ാമത്തെ കേസിലെ അതിജീവിതയ്ക്കെതിരെ എന്ന് പറയപ്പെടുന്ന ചില തെളിവുകൾ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടപ്പോൾ കുറിച്ചിരുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളെ ഇതുമായി സമീപിച്ചപ്പോൾ അവർ അത് പ്രക്ഷേപണം ചെയ്യുവാൻ തയ്യാറായില്ല എന്നൊരു വെളിപ്പെടുത്തലോടുകൂടിയാണ്. അത്തരമൊരു സമീപനം മാധ്യമങ്ങളിൽ നിന്നുണ്ടാകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ശനി പറഞ്ഞത് 100% ശരിയാണ്. കാര്യം ഒരു 75 to 80% മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻവിധി സൃഷ്ടിക്കാനും ഈ കേസ് പ്രീ ജഡ്ജ് ചെയ്യാനും രാഹുലിനെ കരിവാരത്തേക്കാനും നോക്കുക. രാഹുലിന് അനുകൂലമായി വരുന്ന കാര്യങ്ങൾ പലപ്പോഴും അവർ കൊടുക്കാറില്ല. ഫെനിയെ പോലെ നല്ലൊരു സുഹൃത്തും നല്ലൊരു പൊതുപ്രവർത്തകനും നല്ലൊരു കോൺഗ്രസുകാരനും സത്യസന്ധമായി ആ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവന്നതിന് അദ്ദേഹം അഭിനന്ദനം അറിയിക്കുന്നു. നാളെ ഇത് ഫെനിയല്ല, CPM-നെതിരെ, ഞാൻ CPM-നെ അനുകൂലിക്കാത്ത വ്യക്തിയാണ്. CPM-നെതിരെ ആർക്കെങ്കിലും കള്ളക്കേസിൽ കുടുങ്ങിയാൽ അവിടെയും എതിർക്കാൻ ഞാനുണ്ടാവും, അല്ലെങ്കിൽ BJP-ക്കാർക്ക് കുടുങ്ങിയാലും എതിർക്കാനുണ്ടാവും. കാര്യം നീതി ഇല്ലാത്തൊരു ലോകത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും പെണ്ണ് കേസിൽ അങ്ങനെ പെടുത്തി ജീവിതം ഒരു പുരുഷനും നഷ്ടപ്പെടരുത്. രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും അതിന് പ്രശ്നമല്ല. അതുകൊണ്ട് ശക്തമായി പോരാടാൻ നമ്മളുണ്ടാകും. ഈ വിഷയത്തിൽ കൂടുതൽ സത്യങ്ങൾ വരട്ടെ. എല്ലാ പുരുഷനും എല്ലാ മനുഷ്യർക്കും നീതി കിട്ടട്ടെ. എന്തായാലും താങ്കൾ താങ്കളുടെ പോരാട്ടങ്ങളുമായി മുൻപോട്ട് പോകുക. എല്ലാവിധ ഭാഗങ്ങളും ആശംസകളും നേരുന്നു. നന്ദി. രാഹുൽ ഈശ്വർ ഇവിടെ പ്രധാനമായും പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട്. റിനി ആനിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കത്തക്കതായ തെളിവുകൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളാണ് ശ്രീനാദേവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇതിൽ ഒന്നാമത്തേത്. രണ്ടാമതായി, സൈബർ ആക്രമണങ്ങളെയും മാധ്യമ വിചാരണകളെയും ഭയപ്പെടാതെ രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട് സത്യം തുറന്നു പറയുവാൻ തയ്യാറായ ശ്രീനാദേവിയെ അദ്ദേഹം ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ റിനിക്കെതിരെ നിയമ നടപടികളുമായി കോടതിയെ സമീപിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിയമത്തിലുണ്ട് എങ്കിൽ കൂടിയും കോടതി ഇതിനെ ഏതു വിധേന സ്വീകരിക്കുമെന്ന ആശങ്കയും രാഹുൽ ഈശ്വർ ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ശ്രീനാദേവിയുടെയും ഫെനി നയനാൻ്റെയും രാഹുൽ ഈശ്വറിൻ്റെയും നീക്കങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടം ഇനി അങ്ങോട്ട് സ്വീകരിക്കുവാൻ പോകുന്നത് പ്രതിരോധത്തിൻ്റെ മാർഗമാവില്ല, നേരെ മറിച്ച് കടന്നാക്രമണത്തിൻ്റെ പാതയായിരിക്കും എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടം നമുക്കറിയാം, ഈ വിവാദമുയർന്ന ഒരു ഘട്ടത്തിൽ പോലും മാധ്യമങ്ങളോട് പ്രതികരിക്കുവാൻ തയ്യാറാകുകയും തനിക്കെതിരെ പരാതി നൽകിയ സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു പരാമർശം നടത്തുവാൻ മുതിരുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നിരന്തരമായി വേട്ടയാടപ്പെടുമ്പോൾ ഇനി പ്രത്യാക്രമണമാണ് വേണ്ടത് എന്ന തിരിച്ചറിവ് രാഹുലിന് അല്ലെങ്കിൽ രാഹുൽ ക്യാമ്പിന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ നാം വിലയിരുത്തുവാൻ. അത്തരത്തിൽ ഒരു പ്രത്യാക്രമണത്തിന് രാഹുൽ മാങ്കൂട്ടം ഇറങ്ങിത്തിരിച്ചാൽ വരാനിരിക്കുന്നത് സ്ഫോടനാത്മകമായ രാഷ്ട്രീയ വെളിപ്പെടുത്തലുകളുടെ ദിനങ്ങളായിരിക്കും എന്നുള്ള ചിന്ത പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.